ആ പ്രസന്റേഷനിൽ നിങ്ങളൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിച്ചിരുന്നല്ലോ. ആ, വന്ദേ ഭാരത് ട്രെയിൻ ഓടണമെങ്കിൽ ഈ ട്രാൻസ്റെയിൽ എന്ന കമ്പനി അത് അത്യാവശ്യമാണോ, അങ്ങനെ ഒരു ധാരണ ശരിയാണോ എന്ന്. ഉം, നമുക്കപ്പോൾ അതിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? അതെ അതെ അതോടൊപ്പം ആ ഏണിങ്സ് കോൾ നോട്ടുകൾ കൂടി നോക്കിയിട്ട് കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതെ. അപ്പോൾ ഈ രണ്ട് സോഴ്സും കൂടി വെച്ച് നോക്കുമ്പോൾ ട്രാൻസ്റെയിലിനെ കുറിച്ച് എന്ത് ചിത്രമാണ് കിട്ടുന്നത് എന്ന് നോക്കാം. തീർച്ചയായും ആ വന്ദേ ഭാരത് ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, വലിയ പ്രോജക്റ്റുകൾ വരുമ്പോൾ ചില കമ്പനികളുടെ പേര് അത് അതുമായി ചേർത്ത് കേൾക്കും. അപ്പോൾ ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. അതെ അതെ. അപ്പോൾ അതൊരു ഇലക്ട്രിക് ട്രെയിനാണ്, അതിന് ഡീസൽ എഞ്ചിനില്ല. അതുകൊണ്ട് തന്നെ അത് ഓടുന്ന ട്രാക്കിന് മുകളിൽ ആ ലൈൻ ഓവർഹെഡ് ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയും, OHE. അത് 100% നിർബന്ധമാണ്. ഓ, വൈദ്യുതി ലൈൻ മുകളിൽ വേണം. അതെ, ആ ലൈൻ ഇല്ലെങ്കിൽ വന്ദേ ഭാരതിന് ഓടാൻ പറ്റില്ല. ഇനി ട്രാൻസ്റെയിലിന്റെ കാര്യം നോക്കാം. അവരൊരു EPC കമ്പനിയാണ്, അതായത് എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ്, കൺസ്ട്രക്ഷൻ. അതാണ് ചെയ്യുന്നത്. ഉം, പ്രധാന ജോലി. ഇന്ത്യയിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രധാന കമ്പനികളിൽ ഒന്നാണ് ട്രാൻസ്റെയിൽ. അപ്പോ വന്ദേ ഭാരതിനോടാൻ വേണ്ട ഈ OHE ലൈനുകൾ സ്ഥാപിക്കുന്ന ആ ലൈൻ സ്ഥാപിക്കാൻ ട്രാൻസ്റെയിൽ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഓഹോ, L&T, പിന്നെ KEC ഇന്റർനാഷണൽ, കൽപ്പതരു പവർ, ഇപ്പോ അത് കൽപ്പതരു പ്രോജക്ട്സ് എന്നാണെന്ന് തോന്നുന്നു. അങ്ങനെ ഈ ജോലി ചെയ്യാൻ കഴിവുള്ള ഒരുപാട് EPC കമ്പനികൾ ഇന്ത്യയിലുണ്ട്. ശരി ശരി. അപ്പോ അവരിൽ ആർക്ക് വേണമെങ്കിലും ടെൻഡറൊക്കെ കിട്ടിയാൽ ഈ പ്രോജക്റ്റുകൾ ചെയ്യാം. അതുകൊണ്ട് വന്ദേ ഭാരത് ഓടാൻ ട്രാൻസ്റെയിൽ വേണ്ട, പക്ഷേ OHE ഇല്ലാതെ പറ്റില്ല. എങ്കിലുമാകാം. ഇത് എന്താ പറയുക, ആ ഒരു സംശയത്തിന്റെ നല്ലൊരു മറുപടിയായി എന്ന് തോന്നുന്നു. പലപ്പോഴും ഈ വലിയ പദ്ധതികളും കമ്പനികളും തമ്മിലുള്ള ബന്ധം നമ്മൾ കുറച്ചുകൂടി ലളിതമായി ചിന്തിച്ചാൽ മതിയാവും അല്ലേ? അതെ അതെ, അടിസ്ഥാന സൗകര്യം വേറെ, അത് നിർമ്മിക്കുന്ന കമ്പനി വേറെ. ആ ഒരു വ്യത്യാസം ഓർത്താൽ മതി. ശരി, ആ പ്രധാന സംശയം അപ്പോൾ മാറി. ഇനി നമുക്ക് ട്രാൻസ്റെയിൽ എന്ന കമ്പനിയിലേക്ക് തന്നെ വരാം. അവരുടെ പ്രകടനം എങ്ങനെയായിരുന്നു? നിങ്ങളുടെ കയ്യിലുള്ള ആ Q1 FY26, അതായത് ഈ ഏപ്രിൽ ജൂൺ കാലയളവിലെ ഏണിങ്സ് കോൾ നോട്ട്സ് എന്താ പറയുന്നത്? ഒറ്റനോട്ടത്തിൽ തന്നെ ഫിഗേഴ്സ് ഭയങ്കരമാണല്ലോ. ശരിക്കും ഗംഭീരം എന്ന് തന്നെ പറയണം. കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്തെ അപേക്ഷിച്ച് വരുമാനം, റവന്യൂ, അത് 81% വർദ്ധിച്ചത്. 1660 കോടി രൂപയായി. ഇതൊരു ചെറിയ ഒരു ജമ്പല്ല. 81%, അത് വലിയ വർധനവ് തന്നെ. ലാഭത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? ലാഭം അറ്റാദായം നോക്കിയാൽ അതിലും വലിയ കുതിപ്പാണ്. 105%. 100%-ൽ കൂടുതൽ. എങ്ങനെയാണിത് സാധിച്ചത്? എന്താണിതിന് പിന്നിലെന്ന് മാനേജ്മെന്റ് പറയുന്നത്? എന്തായിരിക്കും ഈ കുതിപ്പിന് കാരണം? മാനേജ്മെന്റ് പ്രധാനമായിട്ടും ഒരു 3 കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. ഒന്ന്, അവരുടെ കയ്യിലുള്ള വലിയ ഓർഡർ ബുക്ക്, അതായത് ഒരുപാട് ജോലികൾ കിട്ടിയിട്ടുണ്ട്. ഉം, 2, കിട്ടിയ പ്രൊജക്റ്റുകൾ അത് കൃത്യസമയത്ത് തീർക്കാനുള്ള ഒരു കഴിവ്, എക്സിക്യൂഷൻ കപ്പാസിറ്റി. ഉം. മൂന്നാമത്തേത്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ടവറുകളിലും കണ്ടക്ടറുകളിലും അവർക്കുള്ള ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ. ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ അതെന്താണ്? അതായത് ഈ ട്രാൻസ്മിഷൻ ലൈനുകൾക്കൊക്കെ തൂണുകൾ വേണമല്ലോ, ടവറുകൾ, പിന്നെ അതിലൂടെ വലിക്കുന്ന കേബിളുകൾ, കണ്ടക്ടറുകൾ. ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്നതിന് പകരം അവർക്ക് സ്വന്തമായിട്ട് നിർമ്മിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഓഹോ, സ്വന്തം ഫാക്ടറികളുണ്ട്. അതെ, ഇതിനെയാണ് ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇത് അവർക്ക് മാർക്കറ്റിലൊരു എഡ്ജ് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഗുണം ചെയ്യുന്നത്, ഈ സ്വന്തമായി നിർമ്മിക്കുന്നത്? അതിന് പല ഗുണങ്ങളുണ്ട്. ഒന്ന്, കോസ്റ്റ്, ചെലവ് കുറയ്ക്കാൻ പറ്റും. പുറത്തുനിന്ന് വാങ്ങുന്നതിനെ കവം കൂട്ടാൻ സഹായിക്കും. ഈ ഏർണിങ്സ് കോളിൽ പറയുന്നൊരു കണക്കുണ്ട്, EBITDA മാർജിൻ, അതായത് പലിശ, ടാക്സ്, തേയ്മാനം, ഇതൊക്കെ കഴിക്കുന്നതിന് മുൻപുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അത് 12.03%. ഇത് ഈ ഇൻഡസ്ട്രിയിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മാർജിനാണ്. 12%-ലധികം കാശിന്മേൽ എത്ര റിട്ടേൺ കിട്ടുന്നു എന്നുള്ളത്, അത് 27.47%. അതും വളരെ മികച്ചതാണ്. 27%-ന് മുകളിലുള്ള ROCE നല്ലതാണ്. അപ്പോൾ ഈ സ്വന്തം നിർമ്മാണം വഴി ചെലവ് കുറയ്ക്കാനും ലാഭം കൂട്ടാനും പറ്റുന്നുണ്ട്. വ്യക്തമായി. ഓർഡർ ബുക്കിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് എത്രത്തോളം ഉണ്ട് ഇപ്പോൾ? അതും വളരെ സ്ട്രോങ് ആണ്. ഈ Q1 മാത്രം, അതായത് ഏപ്രിൽ ജൂൺ കാലയളവിൽ
1,748 കോടി രൂപയുടെ പുതിയ ഓർഡറുകൾ കിട്ടി. ഏകദേശം 2.4 ടൈംസ് വരും. അതായത് അടുത്തൊരു 2 വർഷത്തേക്കുള്ള പണി കയ്യിലുണ്ട് എന്ന് പറയാം ഇതില്. ആഫ്രിക്കയിൽ നിന്ന് കിട്ടിയ ഒരു വലിയ സബ്സ്റ്റേഷൻ പ്രോജക്റ്റും ഉൾപ്പെടുന്നുണ്ട്. അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സബ്സ്റ്റേഷൻ പ്രോജക്റ്റാണത്. കൊള്ളാം. 15,000 കോടിയുടെ ഓർഡർ കയ്യിലിരിക്കുമ്പോൾ സ്വാഭാവികമായും അറിയേണ്ടത് ഇവരുടെ പ്രധാന പ്രവർത്തന മേഖലകൾ ഏതൊക്കെയാണ്? ബിസിനസിന്റെ ഘടന എങ്ങനെയാണ്? ബിസിനസിന്റെ ഒരു 90-92% വരുന്നത് ഈ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അഥവാ TNDയുടെ EPC പ്രോജക്റ്റുകളിൽ നിന്നാണ്. അതായത് ലൈനുകൾ സ്ഥാപിക്കുന്ന പണി. അതെ, പവർ ലൈനുകൾ സ്ഥാപിക്കുക, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ടാക്കുക, ആ പണികളാണ് മെയിൻ. ബാക്കി വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഈ ടവറുകൾ, കണ്ടക്ടറുകളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നത്. പിന്നെ കുറച്ച് സിവിൽ വർക്കുകൾ, റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ, പോളുകൾ, ലൈറ്റിംഗ്, അതൊക്കെ. ഭൂമിശാസ്ത്രപരമായിട്ട് എവിടെയാണ് കൂടുതൽ ശ്രദ്ധ? ഇന്ത്യയിലാണോ പുറത്താണോ? 3 പ്രധാന ഏരിയകളിലാണ് ഫോക്കസ്: ആഫ്രിക്ക, പിന്നെ ഇന്ത്യ, പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ഇതിൽ ആഫ്രിക്കയിൽ അവർക്ക് നല്ല സാന്നിധ്യമുണ്ട്. ഏകദേശം 15 രാജ്യങ്ങളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓ, 15 രാജ്യങ്ങളിൽ. അതെ, ഓർഡർ ബുക്കിന്റെ നല്ലൊരു ഭാഗം ആഫ്രിക്കയിൽ നിന്നാണ്. ഇന്ത്യ തീർച്ചയായും ഒരു പ്രധാന മാർക്കറ്റാണ്. പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ. അതേസമയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബംഗ്ലാദേശിലെ ബിസിനസ് അവർ കുറച്ചു കൊണ്ടുവരികയാണ്. അതെന്താ കാരണം? അതൊരു സ്ട്രാറ്റജിക് തീരുമാനമാണ്. പണ്ട് ഓർഡർ ബുക്കിന്റെ ഒരു 12% ബംഗ്ലാദേശിൽ നിന്നായിരുന്നു. അത് കുറച്ച് 6% ആക്കാനാണ് പ്ലാൻ. അതായത് ഇപ്പോഴുള്ള പണികൾ തീർന്നാൽ അവിടെ പുതിയതായിട്ട് അധികം ബിഡ് ചെയ്യില്ല എന്ന് തോന്നുന്നു. എന്തെങ്കിലും റിസ്ക് കണ്ടിട്ടായിരിക്കുമോ? ഓളിൽ അത് നേരിട്ട് പറയുന്നില്ല. പക്ഷേ സാധാരണ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് ഒന്നുകിൽ പേയ്മെന്റ് കിട്ടാനുള്ള താമസം, അല്ലെങ്കിൽ മറ്റ് ഓപ്പറേറ്റിംഗ് പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ വരുമ്പോഴാണ്. ഇതൊരു റിസ്ക് മാനേജ്മെന്റിന്റെ ഭാഗമാണ്. മിഡിൽ ഈസ്റ്റിലും അവർക്ക് താല്പര്യമുണ്ട്, പക്ഷെ വളരെ ശ്രദ്ധിച്ചാണ് അങ്ങോട്ട് നോക്കുന്നത്. അവരുടെ ഒരു നയമുണ്ട്: ശരിയായ മാർജിൻ, ശരിയായ കസ്റ്റമർ, ശരിയായ രാജ്യം. ഒരു സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് റിസ്ക് കൂട്ടാതിരിക്കാൻ നോക്കുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട TND അല്ലാതെ പുതിയ ഏതെങ്കിലും മേഖലകളിലേക്ക് അവർ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ട്. സോളാർ EPC, അതായത് സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്ന ജോലി. അതിലേക്ക് കടക്കാൻ പ്ലാനുണ്ട്. പക്ഷേ നിലവിൽ ഇന്ത്യക്ക് പുറത്തുള്ള വലിയ പ്രോജക്റ്റുകളാണ് അവർ നോക്കുന്നത്. അതിനൊരു ടീമിനെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇതുവരെ കാര്യമായി ബിഡ്ഡിംഗ് തുടങ്ങിയിട്ടില്ല. അതുപോലെ സിവിൽ വർക്കുകൾ, റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ, ഇതിലൊക്കെ വളരെ സെലക്റ്റീവായിട്ടാണ് ബിഡ് ചെയ്യുന്നത്. നല്ല മാർജിനുള്ള അല്ലെങ്കിൽ പ്രീ ക്വാളിഫിക്കേഷൻ കിട്ടാൻ സാധ്യതയുള്ള പ്രോജക്റ്റുകൾ മാത്രം. ഈ വളർച്ചയും പുതിയ ഓർഡറുകളുമൊക്കെ നോക്കുമ്പോൾ കമ്പനി എന്തെങ്കിലും വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ടോ? കപ്പാസിറ്റി കൂട്ടാനോ മറ്റോ? തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ തോതിലുള്ള ഒരു കാപ്പെക്സ്, അതായത് മൂലധന നിക്ഷേപം അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അടുത്ത 18 മാസത്തിനുള്ളിൽ. അതായത് ഏകദേശം FY26, FY27 കാലയളവിൽ 520 കോടി രൂപയാണ് ഇതിനായിട്ട് മാറ്റിവെക്കുന്നത്. 520 കോടി. എന്തിനാണ് പ്രധാനമായും ഈ തുക ഉപയോഗിക്കുന്നത്? ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ, അത് ഒന്നുകൂടി ശക്തിപ്പെടുത്താനാണ്. അതായത് ടവറുകളും കണ്ടക്ടറുകളും ഉണ്ടാക്കാനുള്ള അവരുടെ കപ്പാസിറ്റി അത് ഗണ്യമായി കൂട്ടാൻ. ഓ, എത്രത്തോളം കൂട്ടാനാണ് ഉദ്ദേശിക്കുന്നത്? ടവർ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോഴുള്ളത് 84,000 മെട്രിക് ടണ്ണാണ്. അത് 1,96,000 ആയിട്ട് കൂട്ടും, അതായത് ഇരട്ടിയിലധികം. ഓഹോ. അതുപോലെ കണ്ടക്ടർ കപ്പാസിറ്റി 24,000 കിലോമീറ്ററിൽ നിന്ന് 49,500 കിലോമീറ്ററായും കൂട്ടും. ഇത്രയും വലിയൊരു എക്സ്പാൻഷൻ എന്തിനാണ്? ഉത്തരം സിമ്പിളാണ്. ഒന്ന്, ആ കയ്യിലുള്ള 15,000 കോടിയുടെ ഓർഡർ ബുക്ക് സമയത്ത് തീരണം. 2, ഇനിയും കൂടുതൽ ഓർഡറുകൾ വരും, അതെടുക്കണം. 3, സ്വന്തമായി കൂടുതൽ ഉണ്ടാക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മാർജിൻ ഇനിയും മെച്ചപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഈ വലിയ കാപ്പെക്സ് അവരുടെ വളർച്ചാ പദ്ധതികളുടെ ഒരു അടിത്തറയാണ്. ശരിയാണ്. പക്ഷെ ഇത്രയും വേഗത്തിൽ വളരുമ്പോൾ, പ്രത്യേകിച്ച് ആഫ്രിക്ക പോലുള്ള മാർക്കറ്റുകളിൽ പ്രവർത്തിക്കുമ്പോൾ റിസ്കുകളും കൂടുമല്ലോ. കമ്പനി എങ്ങനെയാണ് ഈ റിസ്കുകളെ കാണുന്നത്? അവരുടെ ഈ പ്രൊജക്റ്റ് തിരഞ്ഞെടുക്കുന്ന രീതിയെപ്പറ്റി എന്തെങ്കിലും സൂചനയുണ്ടോ? ഉണ്ട്. റിസ്ക് മാനേജ്മെന്റിന് അവർ നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. ഏർണിംഗ്സ് കോളിൽ മാനേജ്മെന്റ് ഒരു കാര്യം പറയുന്നുണ്ട്, അത് ശ്രദ്ധേയമാണ്. അവർക്ക് കിട്ടുന്ന 10 പ്രോജക്റ്റ് അവസരങ്ങളിൽ
ബിഡ് ചെയ്യാനുള്ള അവസരങ്ങളിൽ ഏകദേശം 5 അവർ വേണ്ടെന്ന് വെക്കുമെന്നാണ് പറയുന്നത്. പകുതിയോളം ഒഴിവാക്കുമെന്നോ? അതെന്തിനാണ്? കാരണം അവർക്ക് കിട്ടുന്ന എല്ലാ പ്രോജക്റ്റിനും പിന്നാലെ അവർ പോകുന്നില്ല. ഓരോ പ്രോജക്റ്റും എടുക്കുന്നതിന് മുൻപ് അവർ പല കാര്യങ്ങൾ നോക്കും. ആരാണ് ക്ലയന്റ്? അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്? ഏത് രാജ്യത്താണ് ഈ പണി? അവിടുത്തെ അവസ്ഥ എന്താണ്? ഈ പ്രോജക്റ്റിന് പണം മുടക്കുന്നത് ആരാണ്? ഫണ്ടിംഗ് സോഴ്സ് എന്താണ്? ഓ, ഇതൊക്കെ നോക്കിയിട്ട് തീരുമാനമെടുക്കൂ. അതെ, ഇതിലേതെങ്കിലും ഒന്നിൽ അവർക്ക് സംശയം തോന്നിയാൽ അല്ലെങ്കിൽ റിസ്ക് കൂടുതലാണെന്ന് കണ്ടാൽ ആ പ്രോജക്റ്റിന് വേണ്ടി ബിഡ് ചെയ്യില്ല. പ്രത്യേകിച്ച് ഈ അന്താരാഷ്ട്ര പ്രോജക്റ്റുകളിൽ വേൾഡ് ബാങ്ക്, ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് അങ്ങനെയുള്ള വലിയ ഏജൻസികൾ ഫണ്ട് ചെയ്യുന്ന പ്രൊജക്റ്റുകൾക്ക് അവർ മുൻഗണന കൊടുക്കും. അതിന്റെ കാരണം അത്തരം ഫണ്ടിംഗ് ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ പണം കിട്ടാൻ വലിയ താമസം വരില്ല, റിസ്ക് കുറവായിരിക്കും. അപ്പോ ഒരു കടയിൽ പോയി നല്ല സാധനം മാത്രം നോക്കി വാങ്ങുന്ന ഒരാളെപ്പോലെ നല്ല പ്രൊജക്റ്റുകൾ മാത്രം തെരഞ്ഞെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതൊരു നല്ല താരതമ്യം തന്നെ. എന്നാലും ഈ ആഫ്രിക്ക പോലുള്ള മാർക്കറ്റുകളിൽ വേറെ റിസ്കുകൾ കാണുമല്ലോ. ഈ സുരക്ഷാ പ്രശ്നങ്ങൾ, പണം കിട്ടാനുള്ള താമസം, അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? തീർച്ചയായും ആ റിസ്കുകളുണ്ട്. ആഫ്രിക്കയിൽ ചില രാജ്യങ്ങളിലെങ്കിലും സുരക്ഷ ഒരു പ്രശ്നമാണ്. അങ്ങനെയുള്ളിടത്ത് ഈ പ്രൊജക്റ്റ് തന്ന ക്ലയന്റിന്റെയും അവിടുത്തെ ഗവൺമെന്റിന്റെയും ഒക്കെ സഹായത്തോടെ എംപ്ലോയീസിന്റെ സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. പിന്നെ പണം കിട്ടാനുള്ള കാര്യം, റിസീവബിൾസ്, അതിലും ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 1500 കോടിയാണ് കിട്ടാനുള്ളത്. അതിലൊരു 300-400 കോടി ബംഗ്ലാദേശിൽ നിന്നുള്ള കുറച്ച് പഴയ പണികളുടേതാണ്. ബാക്കിയുള്ളത് പ്രധാനമായും വലിയ കോർപ്പറേറ്റ് ക്ലയൻറ്റ്സ് അല്ലെങ്കിൽ പവർ ഗ്രിഡ് പോലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ, ഇവരിൽ നിന്നൊക്കെയാണ്. ഈ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡുകൾ, അതായത് സാമ്പത്തികമായി അത്ര ഭദ്രമല്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്നുള്ള എക്സ്പോഷർ വളരെ കുറവാണ്. അപ്പോൾ കിട്ടാക്കടം വരാനുള്ള സാധ്യത അത് കുറയ്ക്കാൻ ഇത് സഹായിക്കും. എന്തെങ്കിലും ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഗൈഡൻസ് കൊടുക്കുന്നുണ്ടോ? ഈ ആദ്യത്തെ ക്വാർട്ടറിലെ ഗംഭീര പെർഫോമൻസ് കണ്ടിട്ട് ലക്ഷ്യങ്ങൾ വലുതും കൂട്ടിയോ? അവിടെയും അവരുടെ ഒരു യാഥാർത്ഥ്യബോധം കാണാം. EBITDA മാർജിൻ അത് 11.5% തൊട്ട് 12% വരെ നിലനിർത്താനാണ് അവർ ലക്ഷ്യമിടുന്നത്. Q1 12% മുകളിൽ കിട്ടിയല്ലോ. അതെ, 12.03% കിട്ടി. പക്ഷേ വർഷം മുഴുവൻ അതേ ലെവലിൽ നിൽക്കുമോ എന്ന കാര്യത്തിൽ അവർ ഒരു കൺസർവേറ്റീവ് അപ്രോച്ചാണ് എടുക്കുന്നത്. ഈ 11.5-12% റേഞ്ച് നിലനിർത്തിയാൽ തന്നെ അത് ഇൻഡസ്ട്രിയിൽ നല്ലൊരു മാർജിനായിട്ട് തുടരും. വരുമാന വളർച്ചയുടെ കാര്യത്തിലോ? Q1 81% വളർന്നല്ലോ. വർഷം മുഴുവനുള്ള വരുമാന വളർച്ച അവർ പ്രതീക്ഷിക്കുന്നത് 22% മുതൽ 25% വരെയാണ്. ഓ, അത്രയുള്ളൂ. അതെ, Q1 ആ ഒരു അസാധാരണ വളർച്ച കണ്ടിട്ടും അവര് അഗ്രസീവായിട്ടൊരു 50%, 60% ഒന്നും പറയുന്നില്ല. ഒരു 22-25% ഗ്രോത്ത്. ഒരു പക്ഷേ അടുത്ത ക്വാർട്ടറുകളിൽ ഗ്രോത്ത് റേറ്റ് കുറച്ചുകൂടി നോർമൽ ആകുമെന്നാവാം അവരുടെ കണക്കുകൂട്ടൽ. അല്ലെങ്കിൽ എപ്പോഴും കുറഞ്ഞൊരു ഗൈഡൻസ് കൊടുത്തിട്ട് അതിനേക്കാൾ നന്നായി പെർഫോം ചെയ്യുക എന്നതാവാം രീതി. എന്തായാലും മാനേജ്മെന്റ് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നല്ല കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ഒരു ഓവർ ഹൈപ്പില്ല. വളരെ ഗ്രൗണ്ടഡ് ആയിട്ടാണ് തോന്നുന്നത്. ശരിയാണ്. ഈയടുത്ത് അവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ് അത് മെച്ചപ്പെട്ടതായും സൂചിപ്പിച്ചല്ലോ. അതുകൊണ്ട് എന്താണ് കമ്പനിക്ക് ഗുണം? അതെ, ക്രിസിൽ അവരുടെ റേറ്റിംഗ് AA- സ്റ്റേബിൾ, പിന്നെ ഷോർട്ട് ടേം റേറ്റിംഗ് A1+ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇത് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്തിലുള്ളൊരു വിശ്വാസം കൂടിയതിന്റെ സൂചനയാണ്. ഇതിന്റെ ഒരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ, ഭാവിയിൽ അവർക്ക് ലോൺ എടുക്കണമെങ്കിൽ അതിന്റെ പലിശ നിരക്ക് കുറയാൻ സാധ്യതയുണ്ട്. റേറ്റിംഗ് കൂടുമ്പോൾ ബാങ്കുകൾ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കൊടുക്കും. അത് കമ്പനിയുടെ ലാഭം കൂട്ടാൻ സഹായിച്ചേക്കാം. ഓക്കെ, വളരെ വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം അതൊന്ന് ചുരുക്കി പറഞ്ഞാൽ, ഈ 2 സോഴ്സിൽ നിന്നും നിങ്ങൾക്ക് പ്രധാനമായിട്ട് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? കീ ടേക്ക് അവേസ് എന്തൊക്കെയാണ്? ഓക്കെ, ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം, വന്ദേ ഭാരതിനോടാൻ OHE വേണം, പക്ഷെ അത് ട്രാൻസ്റെയിൽ തന്നെ ചെയ്യണമെന്നില്ല. അതൊരു വ്യക്തത കിട്ടി. ശരി. രണ്ടാമതായി, ട്രാൻസ്റെയിലിന്റെ Q1 FY26 പ്രകടനം അത് ശരിക്കും വളരെ മികച്ചതായിരുന്നു. വരുമാനത്തിലും ലാഭത്തിലും വലിയ വർധനവ്. അതെ. പിന്നെ അവരുടെ തന്ത്രങ്ങളെക്കുറിച്ച്? അവരുടെ പ്രധാന ശക്തി ഈ T&D EPCയിലുള്ള ഫോക്കസും പിന്നെ ലാഭം കൂട്ടാൻ സഹായിക്കുന്ന ആ ബാക്ക്വേർഡ് ഇന്റഗ്രേഷനുമാണ്. കൂടെ ആ വലിയ ഓർഡർ ബുക്കും പിന്നെ
വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റും. വെറുതെ എല്ലാ പണിക്കും പോകാതെ നോക്കി തിരഞ്ഞെടുക്കുന്ന രീതി. ഭാവിയിലുള്ള പ്ലാനുകൾ? അതാണ് നാലാമത്തെ കാര്യം. ഭാവിയെ മുന്നിൽ കണ്ട് ഉൽപാദനശേഷി ഇരട്ടിയിലധികമാക്കാനുള്ള ആ വലിയ കാപ്പെക്സ് പ്ലാൻ, അത് അവരുടെ വളർച്ചയിലുള്ള ഒരു കോൺഫിഡൻസ് കാണിക്കുന്നു. അവസാനമായിട്ട് ഇന്ത്യ, ആഫ്രിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഈ മാർക്കറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടുത്തെ റിസ്കുകൾ അറിഞ്ഞ് മുന്നോട്ടു പോകാനുള്ള ഒരു വ്യക്തമായ സ്ട്രാറ്റജി അവർക്കുണ്ട്. അപ്പോ ഈ വിവരങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ട്രാൻസ്റെയിലിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ ഏർണിംഗ്സ് കോൾ നോട്ടുകളും മറ്റും വെച്ച് നോക്കുമ്പോൾ ട്രാൻസ്റെയിൽ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന TND ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിൽ വളരെ സ്മാർട്ടായിട്ട് തന്ത്രപരമായിട്ട് നീങ്ങുന്ന ഒരു കമ്പനിയായിട്ടാണ് തോന്നുന്നത്. ഈ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ പോലെയുള്ള കാര്യങ്ങൾ അവർക്കൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കൊടുക്കുന്നുണ്ട്. അതേസമയം പ്രത്യേകിച്ച് ഈ ഇന്റർനാഷണൽ മാർക്കറ്റുകളിലെ റിസ്കുകളെ പറ്റി അവർക്ക് നല്ല ബോധ്യമുണ്ട്, അതിനനുസരിച്ചുള്ള പ്ലാനുകളുമുണ്ട്. അപ്പോൾ ഈ സെക്ടറിലോ ഈ കമ്പനിയിലോ താല്പര്യമുള്ള നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സൂചന എന്താച്ചാൽ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് നന്നായി ഉപയോഗിക്കുന്ന, എന്നാൽ റിസ്ക് മാനേജ്മെന്റിൽ ശ്രദ്ധിക്കുന്ന, നന്നായി മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇത് എന്നുള്ളതാണ്. വളരെ നന്നായി. അപ്പോൾ നിങ്ങൾ പങ്കുവച്ച ഈ ഉറവിടങ്ങൾ അത് രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് വായിച്ചപ്പോൾ ട്രാൻസ്റെയിലിനെക്കുറിച്ച് കൂടുതൽ വ്യക്തവും ആഴത്തിലുള്ളതുമായ ഒരു ചിത്രം കിട്ടിയെന്ന് കരുതുന്നു. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കാൻ ഒരു ചോദ്യം തരാം. നമ്മൾ കണ്ടു ട്രാൻസ്റെയിലിന്റെ പ്രധാന ഫോക്കസ് TND ഇൻഫ്രയാണ്. അവർക്ക് നല്ല ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷനുമുണ്ട്. അതെ. ഇപ്പോ ലോകം മുഴുവൻ റിന്യൂവബിൾ എനർജിയിലേക്ക്, അതായത് സോളാർ, കാറ്റ്, അതിലേക്കൊക്കെ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം പഴയ പവർ ഗ്രിഡുകളൊക്കെ അത് നവീകരിക്കേണ്ട ആവശ്യവും കൂടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: ഈ വലിയ മാറ്റങ്ങൾ, റിന്യൂവബിൾ എനർജിയിലേക്കുള്ള ഈ ഷിഫ്റ്റും ഗ്രിഡ് മോഡേണൈസേഷനും, ഇത് ട്രാൻസ്റെയിലിന്റെ ദീർഘകാല വളർച്ചാ സാധ്യതകളെ എങ്ങനെ ബാധിക്കും? നല്ല ചോദ്യമാണ്. പ്രത്യേകിച്ച് അവർ ശ്രദ്ധിക്കുന്ന ആഫ്രിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ പോലുള്ള മാർക്കറ്റുകളിൽ അവിടെയുള്ള മറ്റു വലിയ ഇന്റർനാഷണൽ കമ്പനികളുമായി മത്സരിക്കുമ്പോൾ ഈ മാറ്റങ്ങൾ ട്രാൻസ്റെയിലിനെ ഒരു വെല്ലുവിളിയാണോ അതോ ശരിക്കും ഒരു വലിയ അവസരമാണോ തുറന്നു കൊടുക്കുന്നത്? ഇതൊന്ന് ആലോചിച്ച് നോക്കാവുന്നതാണല്ലേ? തീർച്ചയായും. ശരി, അപ്പോൾ ഈ വിവരങ്ങളിലേക്കുള്ള നമ്മുടെ ഈ ഒരു ആഴത്തിലുള്ള അന്വേഷണം ഇവിടെ നിർത്തുന്നു.